الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبيرا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ കാത്തു സൂക്ഷിച്ച സൂക്ഷ്മതയും അതോടൊപ്പം ഉണ്ടായിത്തീർന്നിരിക്കുന്ന ഈ ചൈതന്യവും ഒക്കെ വരും കാലങ്ങളിലും നിലനിർത്താനുള്ള പരിശ്രമം ഉണ്ടാവണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മോശമായ വർത്തമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ നോമ്പിന് ആവശ്യമില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല മനസ്സിൽ നിന്നാണ് നല്ല സംസാരം ഉണ്ടാവുക. മോശം സംസാരമുള്ളവന്റെ മനസ്സ് മോശമായിരിക്കും. അത്തരം മോശമായ മനസ്സിനെയും സംസാരത്തെയും ഉൾക്കൊള്ളുന്ന ശരീരത്തെ മോശാവസ്ഥയിൽ കൂടെ നടത്തുന്നവരാണെങ്കിൽ അവന്റെ നോമ്പിനെ അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മോശം സംസാരങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും ഒക്കെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നോമ്പിനെ അഥവാ റമദാനിനെ ഏറ്റവും മലിനമുക്തമാക്കി ഏറ്റവും നല്ല മനസ്സിനുടമയായി തീരാനുള്ള പരിശ്രമത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളെ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥനകൾ രാവും പകലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അഥവാ പ്രാർത്ഥനയിൽ ആരെങ്കിലും കുറവാണെങ്കിൽ അവനവന് വേണ്ടിയിട്ട് അവനവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിനും പാപങ്ങൾ പുറത്തു കിട്ടുന്നതിനും അവനവന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടുന്നതിനും
സമ്പത്തിന്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന്റെയും ഒക്കെ അഭിവൃദ്ധിക്കും വേണ്ടിയൊക്കെ അവനവനാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും തരൂല. അതുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ, തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തടസ്സങ്ങളൊന്നും നമുക്കില്ല. തറാവീഹിന്റെ അവസാന വിത്തറിന്റെ അവസാന സലാം വീട്ടിയ ഉടനെ 1-2 മിനിറ്റിനുള്ളിൽ പള്ളി കാലിയാവുന്ന അവസ്ഥയൊന്നും ഉണ്ടാവണ്ട. കാരണം എന്താ വെച്ചാൽ ഈ റമദാനിലൊക്കെ അത് പറ്റുള്ളൂ. കുറച്ചുകൂടെ സമയം, ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് നമ്മുടെ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായി പറയാനുള്ള സമയം അതൊക്കെയാണ്. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് നന്നായി പ്രാർത്ഥിച്ചു വേണം പിരിഞ്ഞു പോകാൻ. ശരീരവും മനസ്സും ശുദ്ധിയാകുന്നതോടൊപ്പം നമ്മുടെ സമ്പത്തും, അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തും സകാത്ത് നിർവഹിക്കുന്നതിലൂടെ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ റമദാനിലെ നോമ്പുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല എന്ന് റസൂൽ നമ്മൾ പഠിപ്പിച്ചു. എന്താണ് സകാത്ത്? എന്താണ് സകാത്ത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിവരിച്ച വിവരം ഇങ്ങനെയാണ്. സകാത്തുൽ മാൽ, ധനത്തിന്റെ സകാത്ത് എന്ന് പറയുന്നത്, ശുദ്ധീകരണം എന്ന് പറയുന്നത്, ഇന്നമാ സുമിയത്ത് സകാത്തൻ, അത് സകാത്ത് എന്ന് തന്നെ അതിന് പേര് കിട്ടാനുള്ള കാരണം അന്നഹാ തുതഹിറുഹു മിനൽ ഹറാമി, ഹറാമിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. വതകൂനു സബബൻ ലിസിയാദതിഹി, ഹറാമിൽ നിന്ന് മുതലിനെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ആ മുതൽ വീണ്ടും അഭിവൃദ്ധി ഉണ്ടാകാനും കൂടുതൽ ഉണ്ടാകാനുമുള്ള ഒരു കാരണം കൂടിയാണ് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ സകാത്ത് കൊടുത്തു എന്നതുകൊണ്ട് ഒരാളുടെയും മുതൽ കുറയുന്നില്ല, മറിച്ച് അതിന് അഭിവൃദ്ധി ഉണ്ടാവുകയാണ്, അതിൽ ബർക്കത്ത് ഉണ്ടാവുകയാണ്. അതിലുള്ള ബർക്കത്തിനെ അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ മുതൽ കൊണ്ട് തനിക്കുണ്ടാകേണ്ടുന്ന ഉപകാരങ്ങളിലെ ആധിക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒരു മനുഷ്യൻ സകാത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹുവിനോടുള്ള അനുസരണയായിട്ടുള്ള ജീവിതങ്ങളിലൂടെയും ആ ജീവിതത്തിലൂടെ തന്റെ ധനത്തെ ചെലവഴിക്കാനും വ്യവഹാരം ചെയ്യാനുമുള്ള ഒരു തൗഫീഖ് കിട്ടാനും വേണ്ടിയാണ് സകാത്ത് നിർവഹിക്കപ്പെടുന്നത്. വളരെ ഭംഗിയായ ഒരു വിശദീകരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ധനത്തെ, സകാത്ത് കൊടുത്തതിന് ശേഷമുള്ള ധനത്തെ സുരക്ഷിതമായ രൂപത്തിൽ ഉപകാരപ്പെടാനും ഉപയോഗപ്പെടുത്താനും അത് കൃത്യമായി നമുക്ക് അനുഭവിക്കാനും അതിൻ്റെതായിരിക്കുന്ന ശുദ്ധിയോടുകൂടെ തന്നെ നമ്മളത് നിർവഹിക്കുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നു എന്ന മാനസികമായ സന്തോഷത്തിനും ഒക്കെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് സകാത്ത് എന്ന് പേര് വെക്കാൻ തന്നെ കാരണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുക. ഖുർആനിൽ അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഖുദ് മിൻ അംവാലിഹിം സദഖ, റസൂലേ അവരുടേതായ ധനത്തിൽ നിന്ന് സ്വതക്കയെ അഥവാ നിർബന്ധ ദാനത്തിനെ സ്വീകരിക്കുക, സകാത്തിനെ സ്വീകരിക്കുക. തുതഹിറുഹും, അത് അവർക്ക് ശുദ്ധിയാണ്, അതവർക്ക് മാനസിക ശുദ്ധിയാണ്, ശാരീരിക ശുദ്ധിയാണ്, അവരുടെ സാമ്പത്തിക ശുദ്ധിയാണ്. മനസ്സിന് അവർക്ക് സമാധാനം കിട്ടും, അവർക്ക് ബാക്കിയുള്ള അവരുടെ സമ്പത്തിനും സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വതുസക്കീഹിം, അത് അവരെ സംസ്കരിക്കുകയും ചെയ്യും. അത് കൊടുക്കുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിനെ, ആ നൽകുന്നവന്റെ മനസ്സിന് സംസ്കരണം വിട്ടുകൊടുക്കും. ആരാണ് കൊടുക്കേണ്ടത്? ആരാണ് സകാത്ത് കൊടുക്കേണ്ടത്? എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയിരിക്കുന്ന ധനം, സമ്പത്ത്, അത് ഏത് രൂപത്തിലുള്ള സമ്പത്താവട്ടെ, പൈസയാകട്ടെ, അതോടൊപ്പം കാര്യങ്ങളാകട്ടെ, കച്ചവടമാകട്ടെ, കൃഷിയാകട്ടെ, അപ്രകാരമുള്ള നമുക്ക് വരുമാനം ലഭിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ സമ്പത്തിൻ്റെതായിട്ടുള്ള പരിധിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ 570 ഗ്രാം വെള്ളിയുടെ തൂക്കത്തിനനുസരിച്ച് എത്രയാണോ അന്നത്തെ വില, ആ വിലയുടേതായിട്ടുള്ള തുക ആരുടെ കൈകളിലാണോ ബാക്കിയുള്ളത് അവൻ അതിന്റെ സകാത്ത് കൊടുക്കേണ്ടതുണ്ട്. കൃഷിയാണെങ്കിൽ അതിന്റെ ആനുപാതികമായിരിക്കുന്ന വിഷയം, അഥവാ 40-ൽ 1 കയ്യിലുള്ള ധനത്തെ 40ആയി പകുത്ത് ആ 40-ൽ 1-നെയാണ് അഥവാ 2.5% സകാത്തായിട്ട് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? 2.5%. അത് കാലികൾക്കും
അതുപോലെ തന്നെ കൃഷി തേവി നനയ്ക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് എന്നതൊഴിച്ചാൽ പൊതുവെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? സദഖ കൊടുക്കേണ്ടത് അഥവാ സകാത്ത് നൽകേണ്ടത്, സകാത്തിന്റെ അർഹരായിട്ടുള്ളത് ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫുഖറാക്കൾക്കും മസാകീനുകൾക്കുമാണ്. ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ ഉള്ളിലൂടെ ചൂഴ്ന്ന് അന്വേഷിക്കേണ്ടി വരും. മിസ്കീൻ ആണോ അല്ലേ എന്നുള്ളത് ചിലപ്പോൾ വ്യക്തമായി മനസ്സിലാവൂല. ഫുഖറാക്കൾ പെട്ടെന്ന് മനസ്സിലാവും, ഒന്നുമില്ലാത്തവർ. മിസ്കീൻ അന്നാന്നത്തെ ഭക്ഷണത്തിന് അവന്റെ കൈകളിൽ ഉണ്ടാവുകയുമില്ല, ആളുകളോട് ചോദിക്കാൻ അവന് മടിയുമായിരിക്കും. അവൻ പാവപ്പെട്ടവനായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ വീടുകാരികൾ കണ്ടാൽ ചിലപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമ്മൾ മാനസികമായിട്ട് നമ്മൾ വിലയിരുത്തും. പക്ഷെ അവൻ അന്നാന്നത്തെ അഷ്ടിക്കോ അവന്റെ മക്കൾക്കോ ഉള്ള കാശില്ലാത്തത് അവൻ ആരെയും അറിയിക്കാതെ നടക്കുന്ന പാവങ്ങൾ ഉണ്ടാകും. സകാത്ത് പിരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, താൽക്കാലികമായിട്ട് ഇന്ന് സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റി ഏൽപ്പിച്ച ഏതെങ്കിലും ആള്, അത് ആമിലല്ല. ആമിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ വ്യവസ്ഥക്കനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു പിന്നെ ശൂറ, ആ ശൂറയിൽ ഇന്ന ആളുകളൊക്കെ നമ്മുടെ സക്കാത്തിന് പിരിക്കാൻ വേണ്ടിയിട്ടും അത് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ജോലിയായിട്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരാണ് ആമിൽ എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് മനുഷ്യരോട്, മുസൽമാന്മാരോട് ഇണക്കപ്പെട്ട ആളുകൾ, അടിമമോചനത്തിന് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാം. കടത്തിൽ മുങ്ങിയിട്ടുള്ള ആളുകളുടെ കടം വീട്ടുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, വഴിപോക്കൻ, വഴിയാത്രക്കാരൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ യാത്ര ചെയ്ത് കാസർഗോട്ടുന്നോ അതല്ലെങ്കിൽ ബോംബെ നിന്നൊക്കെ ഇവിടെ വന്ന് പെട്ടു എന്ന് വിചാരിച്ചോളി. അയാൾ കൊള്ളയടിക്കപ്പെട്ടു, അയാളുടെ പൈസ, അയാളുടെ കയ്യിലുള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു, അയാൾക്ക് വീട്ടിലെത്താൻ ക്യാഷില്ല എങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് അല്ലെങ്കിൽ സകാത്തുൽ മാലിൽ നിന്ന് അദ്ദേഹം പൈസ കിട്ടാൻ അർഹനാണ്. മറ്റുള്ളവർക്ക് സ്വന്തത്തെയും കാര്യങ്ങൾ കൊടുക്കാം, അത് മറ്റൊരു വിഷയം. പക്ഷെ ഈ 8 ആളുകൾക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്. കുടുംബത്തിലുള്ളവർക്ക് ആകാമോ? കുടുംബത്തിലുള്ള എന്റെ പെങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? എന്റെ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുമോ? ഉമ്മാക്ക് കൊടുക്കാൻ പറ്റൂല. മകന് കൊടുക്കാൻ പറ്റുമോ? മകന് കൊടുക്കാൻ പറ്റൂല. എന്റേതായി ഞാൻ ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്റെ സക്കാത്തിന്റെ മുതൽ കൊടുക്കാൻ പറ്റില്ല. അല്ലാത്ത, എന്റെ വരുതിയിൽ വരാത്ത അഥവാ ഞാൻ ചെലവിന് കൊടുക്കേണ്ടതായിട്ടുള്ളതല്ലാത്ത ആളുകൾക്ക് എന്റെ സക്കാത്തിന്റെ മുതൽ കൊടുക്കാം. സൈനബ് റളിയല്ലാഹു അൻഹ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. സഅലത് സൈനബ് റളിയല്ലാഹു അൻഹ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കാൻ, അയുജ്സി അന്നി മിൻ സദഖത്തി നഫഖ അലാ സൗജി, എന്റെ ഭർത്താവിന് എന്റെ കയ്യിലുള്ള ധനത്തിന്റെ സകാത്ത് കൊടുക്കാൻ പറ്റുമോ? ഭാര്യക്ക് ഭർത്താവിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ തിരിച്ചങ്ങനെയല്ല, എന്റെ ധനത്തിന്റെ സകാത്ത് എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഞാനാണ്. നേരെ മറിച്ച് ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ടതും ഭർത്താവിനെ പോറ്റേണ്ടതും ഭാര്യയല്ല. അതുകൊണ്ട് എന്നാൽ ഫഖീറായിട്ടുള്ള ഒരു ഭർത്താവാണ് എന്റെ കയ്യിൽ അഥവാ ഭാര്യയുടെ കയ്യിൽ ധനമുണ്ട്, ആ ഉള്ള കയ്യിലുള്ള ധനത്തിന്റെ സകാത്ത് കൊടുക്കാനാകുന്ന സമയത്ത് ഫഖീറായിട്ടുള്ള മിസ്കീനായിട്ടുള്ള എന്റെ ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ലഹാ അജ്റാനി, അവർക്ക് 2 പ്രതിഫലമാണുള്ളത്. അജ്റുൻ സദഖ, ഒന്ന് സദഖ കൊടുത്തതിന്റെ അഥവാ സകാത്ത് കൊടുത്തതിന്റേതായിട്ടുള്ള പ്രതിഫലം. വ അജ്റുൽ ഖറാബ, ആ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള സകാത്ത് അല്ലെങ്കിൽ പ്രതിഫലവും അതിന് കിട്ടും. 2 പ്രതിഫലം. എന്റെ സഹോദരിക്ക്, എന്റെ സഹോദരിയും കുടുംബവും പ്രയാസത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്റെ സകാത്തിന്റേതായിട്ടുള്ള വിഹിതം അവർക്ക് കൊടുക്കാം. കാരണം എന്താ? സഹോദരിയും കുടുംബവും എന്റെ ചെലവിലല്ല, അതുകൊണ്ട് തന്നെ എന്റേതായിട്ടുള്ള സകാത്ത് അവർക്ക് അർഹതയുണ്ട്, അവർക്ക് കൊടുക്കാം. 2 പ്രതിഫലമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്ത് കൊടുക്കുന്ന സമയത്ത്, സദഖ കൊടുക്കുന്ന സമയത്ത് കുടുംബത്തിലുള്ള ആളുകളെ നോക്കാൻ. ഫസ്റ്റ് കുടുംബത്തിലുള്ള ആളുകളെ ആണ് ആദ്യം പരിഗണിക്കുന്നത്.
കുടുംബത്തിലെ അനിയനോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ കഷ്ടിച്ച് ജീവിക്കുന്നുണ്ടാവും, ഇടങ്ങേറായി കഴിയുന്നുണ്ടാവും. ഓ വലിയ സക്കാത്തിന്റെ സ്വതത്തിന്റെ ആളാണെന്ന് വിചാരിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് മൊത്തം സക്കാത്തും കൊടുക്കുക എന്നുള്ളതല്ല. ആദ്യം ആളുകൾക്ക് അടുത്ത ബന്ധുക്കൾക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് ഖുർആൻ. ഇനിയോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. 2.5% കൃത്യമായിട്ട് കൊടുക്കണം. ശമ്പളം വാങ്ങുന്നവരാണെങ്കിലൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും സ്പാർക്കിലൊക്കെ ശമ്പളം വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ആ വാർഷിക വരുമാനം എത്ര കൃത്യമായിട്ട് അറിയാം, നമ്മുടെ കടം എത്ര കൊടുക്കാണ്ടെന്ന് അറിയാം, ബാധ്യതകൾ എത്രയുണ്ട് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ളത് എത്രയെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. PF-ലൊക്കെ ഉള്ള പൈസയുടെ കൃത്യമായ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ അതിൽ കൃത്യമായിട്ട് 2% കൊടുക്കും. നമ്മളതല്ല, അത് നമ്മളെ ഔദാര്യമല്ല എന്ന് വിചാരിച്ചോടെ നിന്ന് കൊടുക്കുക. അവർ 2.5% കൊടുക്കണം. ഇനി എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എങ്ങനെയെങ്കിലൊക്കെ കൊടുത്താൽ മതി. നമ്മൾ പല ആളുകൾ ചില ആളുകളൊക്കെയും വ്യത്യസ്തരാണ് ഈ വിഷയത്തിൽ. ഒന്ന്, ഇത് കൊടുക്കുന്നുണ്ട് എന്ന് നാട്ടുകാരും കൂടി അറിയാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും 1000, 500, 250 കൊടുത്താണ്ട് സക്കാത്തിന്റെ പൈസ കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതോടുകൂടെ ഓന്റെ സക്കാത്ത് പൂർണ്ണമാകും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റായ നടപടിയാണ്. കൊടുത്ത വീടൂല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ സക്കാത്ത് ഇപ്പൊ ഞാന് ബൈത്തുൽ മാലിലേക്കോ അതല്ല എങ്കിൽ അങ്ങനത്തെ സംവിധാനം ഭരണ സംവിധാനമുള്ള ഒരു നാട്ടിലാണെങ്കിൽ നിർബന്ധമായും ബൈത്തുൽ മാലിൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമമാക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മളെ മഹലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പള്ളിയിലെ മഹൽ ജമാഅത്ത് അത് സ്വീകരിക്കുകയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. കൊടുക്കാം. തന്റെ സ്വന്തക്കാരായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് തന്റെ സക്കാത്തിന്റെ മുതൽ കൊടുക്കുമ്പോൾ അതിന്റെ സക്കാത്തിന്റെ പൈസയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സ്വതക്ക കൊടുക്കുന്നത് പോലെ എന്നാ പിടിച്ചോ ഒരു 500 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. മറിച്ച് ഇതെന്റെ സക്കാത്തിന്റെ പൈസയാണ്, അത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പൊ അവിടെ ഞാൻ എന്റെ സക്കാത്ത് കൊടുക്കുന്നവനാണെന്ന് വരുത്തി തീർക്കാനോ ഇനി അഥവാ ഞാൻ ആ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ എനിക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടോ മനസ്സിൽ അങ്ങനെ വിചാരിച്ചോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ചില കളങ്കം ഉണ്ടാകും. ആയതുകൊണ്ടാണ് ഇസ്ലാം തീർച്ചയായിട്ടും അതിനും ഒരു വ്യവസ്ഥാപിത രീതിയും ഒരു സംഘടിതമായിരിക്കുന്ന രീതിയൊക്കെ ഉണ്ടാകണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ കാരണം. അങ്ങനെ ആവുമ്പോ ആരുടെ സക്കാത്താണ് എന്നൊന്നും ആർക്കും അറിയാൻ പറ്റൂല. അത് കൂടുതൽ സമാഹരിക്കുകയും അതിൽ നിന്ന് ആവശ്യക്കാരെ കൊടുക്കുകയും ചെയ്യും. മറ്റേതാ വിധത്തിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2 രൂപത്തിൽ തീരുമാനിക്കാം. എന്റെ സക്കാത്ത് ഒരു 10,000 രൂപയുണ്ടെങ്കിൽ 5,000 ഞാൻ പള്ളിയിലെ സക്കാത്തുൽ മാലില് അല്ലെങ്കിൽ സക്കാത്തുൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. 5,000 ഞാൻ എന്റെ അർഹതപ്പെട്ടവരായിട്ടുള്ള നേരത്തെ എണ്ണിയ 8 കൂട്ടരിൽപ്പെട്ടവരായിട്ടുള്ള ആർക്കെങ്കിലും ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നു, രഹസ്യമായിട്ട് ഞാൻ കൊടുക്കുന്നു. ഇവിടെ സക്കാത്ത് കൂടും. എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി സക്കാത്ത് നിർണയിച്ചുകൊണ്ട് നമ്മളത് കൊടുക്കണം. എന്തിനാ റമദാനിൽ പറയുന്നത് വെച്ചാൽ മിക്കവാറും ആളുകൾ റമദാനിലായിരിക്കും ഇതിൻ്റെതായിട്ടുള്ള വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റമദാനിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് എന്ന് 10-12ഓളം ഗുണങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെയും റസൂലിന്റെ വചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ 2-3 നമുക്ക് പഠിക്കാം. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സക്കാത്ത് കൊടുക്കുന്നതോടുകൂടെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് അവൻ നിറവേറ്റി. നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, ഹജ്ജ് ചെയ്തവനാണ്, അതുപോലെ തന്നെ ഷഹാദത്ത് ചൊല്ലിയവനാണ്. പക്ഷെ മുതലിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇസ്ലാം പൂർണ്ണമാവൂല. അപ്പൊ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് അവൻ നിറവേറ്റി എന്നവന് അഭിമാനിക്കാം. 2, ധനത്തിന്റെ ബാക്കിയുള്ള സമ്പത്തുണ്ടല്ലോ, അതിൽ പാവപ്പെട്ടവന്റെ ഒരു അർഹതയും അതിലില്ല എന്ന് അവനൊരിക്കലും മാനസികമായി സന്തോഷിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, വിജയികളായിട്ടുള്ള ആളുകളുടെ അടയാളങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ വചനങ്ങളിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി എന്ന് തുടങ്ങുന്ന അവസാനം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ അല്ലാഹു എണ്ണിയത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ,
അവർക്ക് നൽകിയതിൽ നിന്ന് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സകാത്തിനെ കൃത്യമായി കണക്കനുസരിച്ച് കൊടുക്കുന്നവരാണ് എന്നാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ മൂന്നാമത്തത് ആ ധനം കൃത്യമായിട്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ധനം ഉപയോഗിച്ചവർ എന്ന ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പറ്റുന്ന. നാലാമത്തത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പാപ സുരക്ഷിതരായിരിക്കും, സ്വർഗ്ഗത്തിൽ അവർക്ക് ഇടമുണ്ടാകും. ലൗ കഫിറന്ന അൻകും സയ്യിആതികും, നിങ്ങളുടേതായ പാപങ്ങളെ നാം പുറത്തു തരിക തന്നെ ചെയ്യും. വഉദ്ഖിലന്നകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തീർച്ചയായും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗപൂന്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് അല്ലദീന അഖാമു സ്വലാത്ത വആതു സക്കാത്ത്, നിസ്കാരം നിലനിർത്തുകയും സക്കാത്തിനെ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അഞ്ചാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇരട്ടിയാക്കി അവർക്ക് കൊടുക്കും. യംഹഖുല്ലാഹു റിബാ വ യുർമിയസ് സദഖാത്ത്, റിബയെ അല്ലാഹു ഇല്ലാതെയാക്കും, നശിപ്പിക്കുകയും. ഈ പലിശ കൊണ്ടുണ്ടാക്കിയത് എത്ര തന്നെയാണെങ്കിലും അതിനൊരു ബർക്കത്തും കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ വയുർമിയസ് സദഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ നൽകിയ സദഖകളെ, സക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ആറാമത്തെ റസൂലുള്ളാഹി ഖുർആനിലൂടെ പഠിപ്പിച്ചെന്നു, ജീവിക്കാനുള്ള അർഹത അല്ലാഹു നൽകിയത് ആർക്കാന്നറിയോ? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു ഉണ്ടാക്കി കൊടുത്തത് ആർക്കാണെന്ന് വെച്ചാൽ അഖാമുസ് സ്വലാത്ത വആതു സക്കാത്ത, ഒന്ന് ഇഖാമത്തുസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ സക്കാത്ത് കൊടുക്കുകയും, വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഭൂമിയിൽ നിൽക്കാൻ, ജീവിക്കാൻ അർഹതയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ. അഥവാ അവർക്ക് നാം ഭൂമിയിൽ അവസരം നൽകിയാൽ അവർ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കും. ആറോളം കാര്യങ്ങൾ. ഇനി 5 കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. സക്കാത്ത് കൊടുത്താൽ ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയത് ധനത്തിന്റെ ശുദ്ധീകരണവും മാനസിക ശുദ്ധീകരണവും സ്വർഗപ്രവേശനവും അതോടൊപ്പം തന്നെ പാപ സുരക്ഷിതത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നു സക്കാത്ത് കൊടുക്കുന്നതിലൂടെ. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. ഇനി നൽകാതിരുന്നാൽ എന്താ സംഭവിക്കുക? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാര്യത്തിൽ ആരെങ്കിലും പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കണ്ട ഹുവ ഖൈറൻ ലഹും, അത് നിങ്ങൾ അവർക്ക് നല്ലതാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് മോശമായിട്ടാണ് ഭവിക്കുക. സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ പിശുക്ക് കാണിച്ചതിന്റെ പേരിൽ അവർക്ക് ചാപ്പ കുത്തുക തന്നെ ചെയ്യും. അത് അടയാളം വെക്കും. വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിനാകുന്നു ആകാശഭൂമികളുടെ അനന്തരാവകാശമുള്ളത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച്, പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ജ്ഞാനിയാണ് അല്ലാഹു, അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് കൊടുത്തിക്കണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കണ്ട. റസൂൽ പറഞ്ഞു, കൊടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായി സകാത്തിന്റെ അർഹരെ കണ്ടെത്തി അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാ, മൻ അതാഹുല്ലാഹു മാല, ആർക്കെങ്കിലും അല്ലാഹു ധനം നൽകി ഫലം യുഅദ്ദി സകാതഹു, അവന്റെ സകാത്ത് അവൻ നിർവഹിച്ചിട്ടില്ല എങ്കിൽ മുസ്ലില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറഅ ലഹു സബീബതാനി, ഇരു തലകളുള്ള 2 കറുത്ത പാമ്പുകളായി അല്ലാഹു അതിനെ രൂപാന്തരം പ്രാപിപ്പിക്കും, അതിനെ മാറ്റും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ثم يأخذ بلسانه, പിന്നീട് അവന്റെ ഇരു താടിയെല്ലുകളെയും ആ പാമ്പ് വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കും. യഖൂലു, എന്നിട്ട് അത് ഉച്ചത്തിൽ പറയും, അനമാലുക വ അനകൻസുക, നീ സ്വരൂപിച്ചു കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള നിന്റെ ധനത്തിന്റെയും നിന്റെ കെൻസിന്റെയും നിന്റെ കെൻസുമാകുന്നു ഞാൻ, അഥവാ നിന്റെ നീ കൂട്ടിവെച്ചതായിരിക്കുന്ന മുതലാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ അവനെ അപമാനിക്കുന്ന, അവനെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. വല്ലദീന യക്നിസൂന الذهب والفضة, സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടുകയും അത് കൂട്ടിവെക്കുകയും വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതിനെ ചെലവാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം,
വേദനാജനകമായിരിക്കുന്ന ശിക്ഷയെ അവർക്ക് നീ താക്കീത് കൊടുക്കുക, സന്തോഷവാർത്ത അറിയിക്കുക. എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നതെന്ന് അറിയുമോ? നരകത്തിൽ അത് ചൂടാക്കിയിട്ടെടുക്കും, അത് ഉരുക്കിയെടുക്കും. അവന്റെ നെഞ്ചകത്തിലും അതോടൊപ്പം തന്നെ പിരടിയുടെ ഭാഗത്തും അപ്രകാരം അവന്റെ നെറ്റിത്തടത്തിലും അതുകൊണ്ട് ചൂട് വെക്കും, അതിനെ പച്ചാപ്പകുത്തും എന്നുള്ള സുബ്ഹാനഹു വ തആല. എന്നിട്ട് അത് വിളിച്ചു പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, നിനക്ക് വേണ്ടി ദുനിയാവിൽ നീ കൂട്ടിവെച്ചതായിരിക്കുന്ന സ്വത്തുക്കളാകുന്നു ഇവ. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നീ സ്വരൂപിച്ചു വെച്ചതിനെയൊക്കെ ഇപ്പോൾ നീ അനുഭവിച്ചുകൊള്ളൂ എന്നോട് വിളിച്ചു പറയുകയും ചെയ്യും. റസൂലിന്റെ 4ഓളം അല്ലെങ്കിൽ 5ഓളം ഹദീസുകളിൽ ഇതേ ആശയം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ധനത്തെ അള്ളാഹു ഇവിടെ ചൂടാക്കിയിട്ട് അവന്റെ പുറംഭാഗങ്ങളിലും മറ്റുള്ളവർ ഇവൻ സക്കാത്ത് കൊടുക്കാത്തവനായിരുന്നു ദുനിയാവിലെന്ന് അറിയുന്ന രൂപത്തിൽ തന്നെ, മനസ്സിലാക്കാവുന്ന രൂപത്തിൽ തന്നെ ചാപ്പകുത്തുകയും അടയാളം വെക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. മാത്രവുമല്ല, റസൂൽ പറഞ്ഞു, സക്കാത്ത് കൊടുക്കാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ച് ദുനിയാവിൽ അവന് അവഹേളനം കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മാനസികമായി അവനൊരു സംതൃപ്തി ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും, കുടുംബപരമായി സ്വസ്ഥതകൾ നഷ്ടപ്പെടും എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു വൃത്തിയും കാര്യമൊന്നും മനസ്സിനുണ്ടാവില്ല, കുടുംബത്തിലൊരു സ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സക്കാത്ത് കൊടുക്കാതെ മുതലിനെ കെട്ടിപ്പൂട്ടി വെച്ചവർക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ദുനിയാവിൽ അവൻ ബഖീലായിട്ടാണ് ജീവിക്കുക. സക്കാത്ത് കൃത്യമായി കൊടുക്കാത്തവൻ ബഖീലായിട്ട് അഥവാ പിശുക്കനായിട്ട് അവസാനം അവന് തന്നെ അവന്റെ ധനം ഉപകാരപ്പെടാത്ത രൂപത്തിലായിരിക്കും അവൻ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുക എന്നുള്ള റസൂൽ പറഞ്ഞു. പല ആളുകളെ കുറിച്ച് അങ്ങനെ പറയുന്നത് നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ? എത്ര കാലമുള്ള മനുഷ്യനായിരുന്നു, ഒരാൾക്കും ഉപകാരപ്പെട്ടില്ല, ആർക്കും കൊടുത്തതുമില്ല, മൂപ്പരിനോട് ഉപകാരപ്പെട്ടതുമില്ല, ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ. അത്തരം ആ അവസ്ഥ സക്കാത്തിന്റെ കൃത്യമായ സൂക്ഷ്മത ഇല്ലാത്തവർക്ക് ദുനിയാവിൽ തന്നെ സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലും പണ്ഡിതന്മാരും ഒക്കെ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം, അല്ലാഹു നിർദ്ദേശിച്ച പ്രകാരം സമ്പത്തിനെ സംശുദ്ധീകരിക്കുകയും മനസ്സിനെ ഏറ്റവും നല്ല രൂപത്തിൽ മലിനമുക്തമാക്കുകയും അതോടൊപ്പം പാപമുക്തമായ ജീവിതം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങുകയും അതിനെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയം അതെവിടെ വെച്ചാണെങ്കിലും എപ്പോഴാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആത്മാർത്ഥമായി ഉച്ചരിച്ചുകൊണ്ട്, പടച്ചോനെ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ആനന്ദത്തോടുകൂടെ ആശ്വാസത്തോടുകൂടെ പിരിഞ്ഞു പോകാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അനുഗ്രഹീതരായ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, നീയാണെല്ലാം അറിയുന്നവൻ, നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അല്ലാഹുവേ, നിനക്കാണ് എല്ലാം അറിയുക. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്കത് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവിധ ആരാധനകളെയും പ്രാർത്ഥനകളെയും ഖുർആൻ പാരായണങ്ങളെയും നമസ്കാരങ്ങളെയും നോമ്പിനെയും ഒക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായിരിക്കുന്ന പ്രതിഫലം നീ ഞങ്ങൾക്ക് അതിന് നൽകണേ റഹ്മാനെ. പാപപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു മാപ്പാക്കി